പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ വീണ്ടും ഗവർണറുടെ ഇടപെടൽ. പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തതിൽ ഗവർണർ വൈസ് ചാൻസലറോട് വിശദീകരണം തേടി. അല്ലമീനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അല്ലമീൻ, നേരത്തെ സിദ്ധാർത്ഥന്റെ അച്ഛൻ സംസാരിച്ചപ്പോഴും CBI അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിലുള്ള വൈകുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ പരാതി പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഈ സംഭവത്തിൽ ഈ തിരിച്ചെടുത്ത സംഭവത്തിലടക്കം VCയുടെ ഇടപെടലിനടക്കം സംശയം ഉന്നയിച്ച് ഈ തെളിവ് നശിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചൊക്കെ സിദ്ധാർത്ഥന്റെ അച്ഛൻ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഗവർണറുടെ ഇടപെടൽ തേടുമെന്നും പറഞ്ഞിരുന്നു. തേടിയതിനു ശേഷമാണോ ഗവർണർ ഇപ്പോൾ ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത്? സിദ്ധാർത്ഥന്റെ കുടുംബം ഗവർണർക്ക് പരാതി നൽകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പരാതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ വിഷയത്തിൽ ഒരു ഇടപെടൽ ഗവർണർ നടത്തിയിരിക്കുകയാണ്. തലസ്ഥാനത്ത് മടങ്ങിയെത്തിയ ഗവർണർ ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ വെറ്ററിനറി സർവകലാശാല VCയോട് ഈ വിഷയത്തിൽ വിശദീകരണം തേടിയിരിക്കുകയാണ്. അതായത് ഏതു സാഹചര്യത്തിലാണ് നിയമോപദേശം പോലും തേടാതെ വിദ്യാർത്ഥികൾക്കെതിരായ നടപടി പിൻവലിച്ചതെന്നൊരു ചോദ്യമാണ് ഗവർണർ ചോദിച്ചിരിക്കുന്നത്. VCയുടെ വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ ഒരുപക്ഷെ ഈ നടപടി റദ്ദാക്കിയ തീരുമാനത്തിൽ ഉൾപ്പെടെ ഗവർണർ ഒരു പുനരാലോചന നടത്തിയേക്കും. ആ നടപടി റദ്ദാക്കുന്ന കാര്യത്തിലേക്ക് ഉൾപ്പെടെ ഗവർണർ കടന്നേക്കുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. പ്രാഥമികമായി ഇപ്പോൾ ഗവർണർ ഈ വിഷയത്തിൽ വിശദീകരണം തേടിയിരിക്കുകയാണ്. ഏതായിരുന്നാലും സിദ്ധാർത്ഥന്റെ അച്ഛനും കുടുംബവും തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഗവർണർ അല്ലെങ്കിൽ രാജ്ഭവൻ അപ്പോയിന്റ്മെന്റ് നൽകുകയാണെങ്കിൽ, സമയം അനുവദിക്കുകയാണെങ്കിൽ നേരിൽ കണ്ട് ഈ വിഷയത്തിൽ പരാതി നൽകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഈ മരണം സംഭവിച്ചതിന് പിന്നാലെ തന്നെ ഗവർണർ സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തി ഒപ്പമുണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു. ഇന്നിപ്പോൾ VCയുടെ നടപടി വലിയ തരത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. നിയമോപദേശം പോലും തേടാതെ, സാധാരണ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ ഒരു തീരുമാനം തിരുത്തണമെങ്കിൽ നിയമോപദേശം തേടിയിട്ട് വേണം അത്തരം നടപടികളിലേക്ക് കടക്കേണ്ടത്. എന്നാൽ നിയമോപദേശം പോലും തേടാതെയാണ് VC ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തത്. ഏതു സാഹചര്യത്തിലാണ് അത്തരത്തിൽ ധൃതി പിടിച്ചൊരു തീരുമാനമെടുത്തത്? ഈ നടപടി പിൻവലിച്ച വിദ്യാർത്ഥികൾക്ക് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള പങ്കില്ല എന്നാണോ VCയുടെ നിരീക്ഷണം? അങ്ങനെയാണെങ്കിൽ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നിരീക്ഷണത്തിലേക്ക് എത്തിയത്? എന്ത് അടിസ്ഥാനത്തിലാണ് നടപടി പിൻവലിച്ചത് എന്നുള്ള കാര്യങ്ങളിലാണ് ഗവർണർ ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുന്നത്, വ്യക്തത തേടിയിരിക്കുന്നത്. ഏതായാലും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ VC നൽകുന്ന വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇക്കാര്യത്തിൽ ഗവർണർ ഒരു തുടർ നടപടി സ്വീകരിക്കുക. രാജ്ഭവൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന VCയുടെ വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ ഈ വിദ്യാർത്ഥികൾക്കെതിരായ നടപടി പിൻവലിച്ച VCയുടെ തീരുമാനം അത് റദ്ദാക്കാനും ഗവർണർ മടിച്ചേക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ശ്രുതി, ശരി, അല്ലമീനാണ് വിശദാംശങ്ങൾ നൽകിയത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ വീണ്ടും ഗവർണറുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തതിൽ ഗവർണർ വൈസ് ചാൻസലറുടെ വിശദീകരണം തേടിയിരിക്കുകയാണ്. അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്.